നമ്മൾ അറിയാത്ത ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആ ഒരു ഭാഗങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഓരോ സംസ്ഥാനങ്ങൾക്കും അവിടെ ജീവിച്ച മനുഷ്യർക്ക് ആദ്യകാല മനുഷ്യരെ കുറിച്ച് വളരെ വിചിത്രമായ രൂപത്തിലും അതുപോലെ തന്നെ വെട്ടിപ്പിടിച്ച ആ സ്വഭാവ രീതികളിലും അങ്ങനെ ഒന്നൊന്ന് എടുത്തു പറയാൻ പറ്റുന്ന വിഷയങ്ങളല്ല, ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഇരച്ചു കയറി ആ ഒരു കേരളത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കിയതും അതുപോലെ തന്നെ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ പണ്ടുകാല ചരിത്രം അത് കുറേശ്ശെയാണെങ്കിലും നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. പക്ഷേ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ആ ഒരു തുരുത്ത് കടലിൽ ഒരു ബോള് കിടക്കുന്നത് പോലെ പൊന്തിക്കിടക്കുന്ന ഒരു ബോൾ പോലെയുള്ള, അങ്ങനെ തന്നെ അതിന് പറയാൻ കഴിയുകയുള്ളൂ. ഖത്തറും അതുപോലെ തന്നെ ലക്ഷദ്വീപും ഒക്കെ ഫ്ലൈറ്റിൽ ഇരുന്ന് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോള് കിടക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ദ്വീപിന്റെ ആ ഒരു ആദ്യകാല ചരിത്രം ഒട്ടനവധി ആളുകൾക്ക് അറിയാമെങ്കിലും നമ്മുടെ ആ ഒരു വരും തലമുറയ്ക്ക് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച ആ വിഷയങ്ങളൊന്നും അവർക്കറിയേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവർ ആടിപ്പാടി അങ്ങനെ ജോളിയായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ലക്ഷദ്വീപ് അറബിക്കടലിൽ കേരളത്തിന് സമാന്തരമായി ചിതറിക്കിടക്കുന്ന ഈ ദ്വീപ സമൂഹത്തിന് ചെറുതല്ലാത്ത ചരിത്രമുണ്ട് എന്നാണ് പറയുന്നത്. കേരളവുമായി അഭേദ്യമായ ബന്ധവുമുണ്ട്. ദ്വീപുകളുടെ പ്രകൃതിയും ചരിത്രവും ഹൃദയവും അറിയാതെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ മാറ്റങ്ങളെ പുൽകുന്ന പുതിയ ഭരണരീതി മുറിവേൽപ്പിക്കുന്നതാണ്. മുറിവുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, മായ്ക്കാൻ വിഷമവും. കലുഷിതമായ പശ്ചാത്തലത്തിൽ ദ്വീപിനെ കുറിച്ച് നമുക്ക് അതിൻ്റെ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് നമുക്കൊന്നു കേൾക്കാം, അല്ലെ? ഇന്ത്യയെ കോളനിയാക്കാൻ പോർച്ചുഗീസുകാർ അഥവാ പറങ്കികൾ അറബിക്കടലിനെ ഒരു കാലത്ത് ചോരക്കടലാക്കിയത് ലക്ഷദ്വീപിനെ ചൊല്ലിയാണ്. ദ്വീപിന്റെ ഭരണം കയാളിയ മമ്മാലി കിടാവുകൾ അഥവാ അറക്കൽ ആലി രാജാക്കന്മാരുടെ ആഴിയിലെ ആധിപത്യം തകർക്കാൻ ചരിത്രത്തിലെ ഏറ്റവും കൊടിയ ക്രൂരതകൾ കാട്ടുകയായിരുന്നു. സംഘകാലത്തിലെ എന്ന പോലെ കൂട്ടായ്മ ജീവിതം നയിക്കുന്ന സമാനപ്രിയരായ ജനത കേരളത്തിലേതിനേക്കാൾ മെച്ചപ്പെട്ട ഭൂപരിഷ്കരണമാണ് അവിടെ എന്നാണത്. മലയാളത്തിന്റെ അക്ഷരം മാഞ്ഞു പോയില്ല. നടപ്പാക്കിയതെന്ന് ഔദ്യോഗികമായി തന്നെ അവകാശവാദമുള്ളതാണ്. ഇപ്പോൾ ഭൂനിയമത്തിൽ മാറ്റം വരുത്തുന്നതിനുൾപ്പെടെ നാട്ടുകാർ എതിർക്കുന്ന പരിഷ്കാരങ്ങൾ രാജ്യവ്യാപകമായി വിവാദമായിരിക്കുകയാണല്ലോ. ദ്വീപ് നിവാസികൾക്കല്ലാതെ ഭൂമിയിൽ അവകാശമില്ലെന്നും അവർക്കിടയിലുള്ള കൈമാറ്റം പോലും ഭരണകൂടത്തിന്റെ സമ്മതത്തോടെയോ പറ്റുകയുള്ളൂ എന്നും 1964 രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്തതാണ്. ലക്ഷദ്വീപിലെ ജനതയെ വൻകരയിലെ ദല്ലാളന്മാർ ചൂഷണം ചെയ്യുന്നതും ദ്വീപിൽ തന്നെയുള്ള ജന്മിത്വവും ഇല്ലാതാക്കാൻ അന്ന് നേതൃത്വം നൽകിയ മുർക്കോത്ത് രാമുണ്ണി 1961 മുതൽ 65 വരെ അഡ്മിനിസ്ട്രേറ്റർ ദ്വീപിൽ ആദ്യകാലത്ത് താമസമാക്കിയ തറവാട്ടുകാർ അറിയപ്പെട്ട കോയമാർ എന്നാണ് അവരെ പറയുന്നത്, അതായത് ജമ്മിമാർ. അവർക്കായി ജോലി ചെയ്യുന്ന മേലെ ചേരിക്കാർ എന്ന കുടിയന്മാർ എന്നിവരെ യോജിപ്പിച്ചതിൻ്റെ അനുഭവം എഴുതിയിട്ടുണ്ട്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച്
അക്കാലം വരെ വളരെ സങ്കീർണമായിരുന്നു സ്ഥിതി. ജന്മിമാർക്കായി അധ്വാനിക്കുന്ന കുടിയാന്മാർക്ക് സ്വന്തമായി 40 തെങ്ങ് വെക്കാം. നടപ്പ് എന്നാണ് അത് അറിയപ്പെടുക. പക്ഷേ ആദായത്തിന്റെ നിശ്ചിത ഭാഗം പാട്ടമായി നൽകണം. നടപ്പ് കൃഷിയും ജന്മിയുടെ സ്വന്തം കൃഷിയുമെല്ലാം ഇടകലർന്ന് വരുന്നത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കുകയായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ തീർക്കാൻ പരമ്പരാഗത അധികാര കേന്ദ്രങ്ങളായി തറവാട് കാരണവന്മാരാണ് ഇടപെട്ടു പോന്നത്. കുടിയാന്മാർ ജന്മിമാരുടെ വീടുകളിൽ ചെന്ന് കോൽക്കളി നടത്തുക തുടങ്ങിയ ആചാരങ്ങൾ ഉണ്ടായിരുന്നു. മദിരാശി സംസ്ഥാന അസിസ്റ്റന്റ് സർവേ സൂപ്രണ്ടായിരുന്ന രാമൻ നായർ, കോഴിക്കോട്ടെ അഡ്വക്കേറ്റ് KP കേശവമേനോൻ എന്നിവർ ലക്ഷദ്വീപ് ഭരണാധികാരിയുടെ നിർദ്ദേശാനുസരണം ജനവാസമുള്ള എല്ലാ ദ്വീപിലും സഞ്ചരിച്ച് സർവേ നടത്തി പാരമ്പര്യ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഭൂപരിഷ്കരണ കരാറുണ്ടാക്കിയത്. അമേനി ദ്വീപിലെ മുഴുവൻ നിവാസികളെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ കരടുചട്ടം അവതരിപ്പിച്ചു. നടപ്പ് കൃഷിയിടങ്ങളുടെ 4/1 ജന്മിക്ക്, ബാക്കി അവിടെ ഉഭയങ്ങളുണ്ടാക്കി കുടിയാനാണ്. ജനകീയ പാർലമെന്റും ജനകീയ കോടതിയും പോലെയായ ആ കൂട്ടത്തിൽ നിന്ന് ആദ്യം പറക്കാട്ട് തറവാടിന്റെ കാരണവർ കരാറിൽ ഒപ്പിടാൻ മുന്നോട്ട് വന്നു. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ പാരമ്പര്യമുള്ള തറവാടാണത്. പിന്നാലെ എല്ലാവരും ഒപ്പിട്ടു. മറ്റ് ദ്വീപുകളിലും ഇത്തരത്തിൽ ജനകീയമായ സമ്മതിയുണ്ടാക്കിയാണ് 1964 ഭൂനിയമം വിജ്ഞാപനം ചെയ്തതെന്ന് ഇന്ത്യ സ്കോറൽ അലയൻസ് ഇൻ അറേബ്യൻ സീ ദ്വീപ് ലക്ഷദ്വീപ് എന്ന ഗ്രന്ഥത്തിൽ മൂർക്കോത്ത് അനുസ്മരിക്കുന്നു. ദ്വീപുകളിൽ സഹകരണ പ്രസ്ഥാനം സംഘടിപ്പിച്ചതിന് പിന്നിലും വലിയൊരു ചരിത്രമുണ്ട്. ദ്വീപുകളിലെ പ്രധാന ഉൽപ്പന്നങ്ങളായ കൊപ്ര, കയർ, കവിടി തുടങ്ങിയ അവയുടെയെല്ലാം വിപണി കോഴിക്കോട്ടോ കണ്ണൂരോ ആയിരുന്നു. ദ്വീപ് നിവാസികൾക്ക് അതിൻ്റെ വിലയെക്കുറിച്ചോ വിപണിയെക്കുറിച്ചോ വലിയ അറിവുണ്ടായിരുന്നില്ല. വലിയ ഓടത്തിൽ അവർ കൊണ്ടുവരുന്ന ചരക്ക് ഇവിടുത്തെ ദല്ലാളന്മാർ വാങ്ങി പകരം ദ്വീപിലേക്ക് ആവശ്യമായ അരിയും മറ്റും ഓടത്തിൽ നിറച്ചു കൊടുക്കും. ഓടം എന്ന് പറയുന്നത് പണ്ടുകാല ചരക്ക് വഞ്ചിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടുത്തെ സാധനങ്ങൾക്ക് വലിയ വില, ദ്വീപിലെ സാധനങ്ങൾക്ക് നിസ്സാര വില. ഈ പ്രശ്നം പരിഹരിക്കാൻ ദ്വീപുകളിൽ ഉൽപാദക ഉപഭോക്തൃ സഹകരണ സംഘം രൂപവൽക്കരിച്ച് കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് വൻകരയിലെ വിപണിയിൽ എത്തിക്കുന്നതിന് സംവിധാനമുണ്ടാക്കി. ദ്വീപിനെ ചൂഷണം ചെയ്യുന്നതിലല്ലാതെ അവിടുത്തെ ജനക്ഷേമത്തിൽ രാജഭരണത്തിനോ ബ്രിട്ടീഷ് ഭരണത്തിനോ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. ഏറ്റവും സാധ്യതയുള്ള ട്യൂണ മീൻപിടുത്തത്തിന് യന്ത്രവൽകൃത ബോട്ട് ഉപയോഗിക്കുന്നതിന് ദ്വീപുകാർ ആദ്യഘട്ടത്തിൽ എതിരായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ സർക്കാരാണ് നിരന്തര ബോധവൽക്കരണത്തിലൂടെ ജനസമ്മതിയുണ്ടാക്കി യന്ത്രവൽകൃത ബോട്ട് ഉപയോഗിച്ചുള്ള ട്യൂണ മീൻപിടുത്തം പ്രചാരത്തിലാക്കിയത്. പിൽക്കാലത്തെ ലക്ഷദ്വീപ് സമൂഹത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായി അത് മാറി. ദാരിദ്ര്യത്തിലായി ഇരുന്ന ലക്ഷദ്വീപിൽ ജനങ്ങളെ ആധുനിക ജീവിതത്തിലേക്ക് ഉയർത്തിയത് സ്വതന്ത്രാനന്തര സ്വീകരിച്ച നയങ്ങളിലൂടെയാണ്. ലക്ഷദ്വീപിലെ ഭരണം നൂറ്റാണ്ടുകളോളം കൈയാളിയത് കണ്ണൂർ അറക്കൽ കെട്ടിൽ നിന്നാണ്. ആടാ തേങ്ങയുടെ കാര്യവും കൊപ്രയുടെ കാര്യവും തന്നെയാണ് ഈ പറയുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ ശേഷവും കുറെ കാലം കണ്ണൂരിൽ നിന്ന് ഭരണം തുടർന്നു. പിന്നീട് വടക്കൻ ദ്വീപുകൾ സൗത്ത് കനറ കളക്ടറുടെയും തെക്കൻ ദ്വീപുകൾ കോഴിക്കോട്ടെ മലബാർ കളക്ടറുടെയും അധീനതയിലായി. 1956 സംസ്ഥാന പുനഃസംഘടനയുടെ ഭാഗമായാണ് ലക്ഷദ്വീപ് മിനിക്കോയ് അമേനി എന്ന പേരിൽ കേന്ദ്ര ഭരണ പ്രദേശമായി രൂപവൽക്കരിച്ചത്. 1973 ലക്ഷദ്വീപ് എന്ന പൊതുപേര് നിലവിൽ വന്നു. ഞാൻ ഈ ലക്ഷദ്വീപിന്റെ കാര്യങ്ങൾ എടുത്തു പറയാൻ കാരണം, പണ്ട് ചാവക്കാട് എടക്കഴിയൂർ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ഓർമ്മയാണ് എനിക്ക് വന്നത്.
അന്ന് എൻ്റെ ക്ലാസ്സിൽ 2 കുട്ടികളുണ്ടായിരുന്നു, ലക്ഷദ്വീപുകാരാണ്. അപ്പോൾ അൽ അസ്ഹർ അറബിക് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് സ്ഥിതി ചെയ്തിരുന്നു. ഇപ്പോൾ അത് ഹൈവേയുടെ അളവൊക്കെ വന്നപ്പോൾ പോയോ ഇനി നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അന്ന് മുജീബ് റഹ്മാൻ, അതുപോലെ തന്നെ മുഹമ്മദ് കാസിം, റുബൈദുള്ള സയ്യിദ്